ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം പാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ ഈ മാസം 4-ാം തീയതി തുടങ്ങി. അത് കഴിഞ്ഞ മാസം 10-ാം തീയതി വിഷ്ണുപാദം പൂകിയ എന്റെ ഭർത്താവായ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായിരുന്ന ഗോപാലപിള്ളയുടെ സ്മരണയ്ക്കായിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചാനലിന്റെ പേര് ഗോപാൽ സ്മൃതി എന്നാണ്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം അശരണരായ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങൾക്കായി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതില് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം തന്നെ 4-ാം തീയതിയാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഭാഗവതം ദശമസ്കന്ധമാണ് ഇട്ടത്. ഇന്ന് അതിന്റെ 11-ാമത്തെ ഭാഗമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോ പറയാൻ പോകുന്നത് ഭാഗവതത്തിലുള്ളതല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കലിദോഷം അകറ്റുന്നതിനുള്ള അത്ഭുത മന്ത്രം രാമായണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ആധ്യാത്മിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നിപ്പോ എപ്പിസോഡ് 1 തുടങ്ങുന്നത്. പിന്നെ ആധ്യാത്മിക വിഷയങ്ങൾ എപ്പിസോഡ് 2 എന്നിങ്ങനെ ഇടും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കർക്കടകം 1. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇപ്പൊ കർക്കടക മാസം രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പലരും ചോദിക്കും, കർക്കടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാവൂ? അല്ല, എല്ലാ ദിവസവും വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് രാമായണം. പിന്നെ എന്തുകൊണ്ടാണ് കർക്കടക മാസത്തെ രാമായണ മാസം എന്ന് പറയുന്നത്? അപ്പൊ കർക്കടക മാസം എന്ന് പറയുന്നത് സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കാലാവസ്ഥ നല്ലതായിരിക്കുകയില്ല. അപ്പോഴപ്പോഴായിട്ടുള്ള മഴ, പിന്നെ കാറ്റ്, അപ്പോൾ പലവിധ രോഗങ്ങളും ഉണ്ടാകുന്ന ആ സമയമാണ്. ഒരു അസ്വസ്ഥത എല്ലാവരിലും അനുഭവപ്പെടുന്ന സമയം. കൃഷിക്കാർക്ക് കൃഷി ഇറക്കാൻ, വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? പല അസുഖങ്ങളും വരും. അതുകൊണ്ട് ഔഷധ കഞ്ഞി സേവയും ആ സമയത്ത് ആയുർവേദ ചികിത്സയും നടത്തി വരുന്നു. ഇത് ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. അടുത്ത ചിങ്ങമാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാൻ വേണ്ടി അവർ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ സമയം ചെലവഴിക്കാൻ ഈശ്വര ചിന്തയും രാമായണ പാരായണവും നടത്തുന്നു. അപ്പൊ ഇത് പണ്ട് മുതലേ ആചരിച്ച് പോന്നവയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ ആചരിച്ച് പോരുന്നു. പിന്നെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിന് മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ട്.
രാമായണം രചിച്ചതാരാണെന്നറിയാലോ? വാൽമീകി മഹർഷി. വാൽമീകി മഹർഷി രാമായണം രചിച്ച് രാമന്റെയും സീതയുടെയും മക്കളായ ലവകുശന്മാരെ പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിപ്പിച്ചത് ഈ കർക്കടക മാസത്തിലാണ്. അതുപോലെ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കർക്കടക ലഗ്നത്തിലാണ്. വ്യാഴൻ ഉച്ചസ്ഥിതിയിലായിരുന്നപ്പോഴാണ് ശ്രീരാമന്റെ ജനനം. മറ്റു ദശരഥപുത്രന്മാരുടെ ജനനവും വ്യാഴം ഉച്ചസ്ഥിതിയിൽ ആയിരുന്നപ്പോൾ തന്നെയാണ്. ഇനി ജ്യോതിർശാസ്ത്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കടകം. ഞണ്ടാണ് അതിന്റെ അടയാളം. അപ്പൊ ഈ ഞണ്ടുകൾ എന്ത് ചെയ്യുന്നു? ജനനസമയത്ത് തന്നെ അതിന്റെ മാതാവിനെ കൊല്ലുന്നു. അതായത് മാതാവിൽ നിന്ന് പോഷകാംശങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കുന്നു. അങ്ങനെ ആ മാതാവ് മരിക്കുന്നു. അപ്പൊ മാതൃഹത്യ പാപം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഇതുപോലുള്ള മാതൃഹത്യ പാപമുണ്ടായാൽ പോലും രാമായണ പാരായണം കൊണ്ട് അത് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ടും നമ്മൾ ഈ കർക്കടക മാസം രാമായണ മാസമായിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോ അങ്ങനെ രാമായണം എന്ന് പറയുന്നത് ഈ മാസത്തിൽ മാത്രം വായിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല, എല്ലാ ദിവസവും വായിക്കാം. പക്ഷേ മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ പ്രചാരമുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ മാസത്തിലെങ്കിലും ആൾക്കാരെല്ലാവരും ചിലവർ 2-3 പ്രാവശ്യം രാമായണം മൊത്തം വായിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ പണ്ടത്തെ പൂർവികർ ഇങ്ങനെ ഒരു ആചാരം വച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഗ്രന്ഥം ഈ ഒരു മാസം എല്ലാ വീടുകളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും പാരായണം ചെയ്യുന്നു. ഇത് വേദാന്ത സാരമാണ്. അപ്പൊ വേദാന്ത തത്വങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. പക്ഷെ പലരും വായിക്കുമ്പോൾ ഈ തത്വങ്ങളെയൊന്നും അവർ മനസ്സിലാക്കുന്നില്ല, വെറുതെ വായിച്ചങ്ങ് പോവുകയേ ചെയ്യുന്നുള്ളൂ. നമുക്ക് കുറച്ച് തത്വങ്ങളിലേക്ക് കടക്കാം. എന്താണ് രാമായണം? രാമസ്യ അയനം, അതാണ് രാമായണം. രാമന്റെ യാത്ര അല്ലെങ്കിൽ രാമനിലേക്കുള്ള യാത്ര. ഇനി രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നത്. അപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ ഇരുട്ടിനെ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. അതായത് അസത്തിൽ നിന്ന് സത്തിലേക്കുള്ള യാത്ര. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്ര, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്കുള്ള യാത്ര, നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ചിന്തകളിൽ നിന്ന് സത്ചിന്തകളിലേക്കുള്ള യാത്ര, കാട്ടാളനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള യാത്ര, രാമനാകുന്ന പ്രകാശം അല്ലെങ്കിൽ ബോധം നിറയുവാൻ, ലക്ഷ്മണനാകുന്ന ശ്രദ്ധ ഉണ്ടാകാൻ, സീതയാകുന്ന മനസ്സ് ഉണ്ടാകാൻ, രാവണനാകുന്ന അഹങ്കാരം ഇല്ലാതാകാൻ നാം രാമായണം വായിക്കുന്നു. അല്ലെങ്കിൽ രാമായണം നമ്മെ ഇതിനൊക്കെ സഹായിക്കുന്നു. അധ്യാത്മദീപകം, ഇത് അത്യന്തം രഹസ്യം. ഇത് അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ഈ ജന്മം കൊണ്ടേ. അപ്പൊ അധ്യാത്മക പ്രദീപകമാണ് രാമായണം. അധ്യാത്മജ്ഞാനത്തെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ്. അത്യന്തം രഹസ്യമാണ്. അത്യന്തം രഹസ്യ തത്വങ്ങൾ, വേദാന്ത തത്വങ്ങൾ ഉൾക്കൊണ്ടതാണ് ഇത്. ഇത് മൃത്യുശാസന പ്രോക്തം, പരമേശ്വരന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് രാമായണം പറഞ്ഞിരിക്കുന്നത്. അധ്യയനം ചെയ്തിടുകിൽ, അപ്പോ അധ്യയനം, ഇതാ അധ്യയനം ചെയ്താൽ, അധ്യയനമാണ് ചെയ്യേണ്ടത്, അല്ല വായിക്കുക എന്നല്ല പറയുന്നത്. ശരിയായ രീതിയിൽ ഇതിനെ പഠിച്ചാൽ മൃത്യുജന്മികൾക്കെല്ലാം, ഇപ്പൊ മർത്യജന്മികൾക്കെല്ലാം, ഇപ്പൊ മനുഷ്യർക്കെല്ലാം എന്ത് കിട്ടും? മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം, നിശ്ചയമായും ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി സിദ്ധിക്കും.
അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ശരിക്കുള്ള ഒരു ദിശാബോധമില്ല, അല്ലെങ്കിൽ ധർമ്മബോധമില്ല. എന്താണ് ധർമ്മം? ധാരയതി ഇത് ധർമ്മ. മനുഷ്യനെ തമ്മിൽ നിലനിർത്തുന്ന എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ ധർമ്മചിന്ത പഠിക്കുന്നത് ആദ്യം വീട്ടിൽ നിന്നാണ്. പക്ഷേ ഇന്നത്തെ വീട്ടിലെ അണുകുടുംബവും അതുപോലെ പരസ്പരം ചേർച്ചയില്ലായ്മ ഇവ കൊണ്ട് കുട്ടികൾക്ക് ഇത് നഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് സ്കൂളിൽ നിന്നാണ്. സ്കൂളിലാണെങ്കിലോ ഇങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന രീതിയില്ല, അതൊന്നും സിലബസിൽ ഇല്ല. പിന്നീട് സമൂഹത്തിലാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ നല്ല സച്ചിന്തായുള്ള ആൾക്കാരെ കാണാൻ കുറവാണ്. പിന്നെ കാണുന്നതും കേൾക്കുന്നതോ എന്താണ്? രാക്ഷസീയമായ പ്രവൃത്തികളാണ്. അടിപിടി, അക്രമം, കൊല്ലും കൊല, മോഷണം, പിന്നെ പീഡനം, ഇതെല്ലാമാണ് കുട്ടികൾ കാണുന്നത്. അപ്പൊ അവർക്ക് ശരിയായ ഒരു ദിശാബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ, ശരിയായ ഒരു ദിശാബോധം ഉണ്ടാകണമെങ്കിൽ ഭൗതിക ജ്ഞാനം മാത്രം പോരാ, ആധ്യാത്മികമായ ജ്ഞാനവും ഉണ്ടായിരിക്കണം. അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ രാമായണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രാമായണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം എന്താണ്, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം, മാനുഷിക ബന്ധങ്ങളുടെ ഉത്തമ മാതൃകകൾ നമുക്ക് ഇതിലൂടെ കാട്ടിത്തരുന്നു. അതായത് ഈശ്വരഭക്തി, ഗുരുഭക്തി, മാതൃഭക്തി, പിതൃഭക്തി, സഹോദര സ്നേഹം, മറ്റ് ജീവജാലങ്ങളോടുള്ള സ്നേഹം, ജന്തുക്കളോടും മൃഗങ്ങളോടുള്ള സ്നേഹം, ഈ വക കാര്യങ്ങളെല്ലാം പല കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ വേദാന്ത തത്വങ്ങൾ ഇവയെല്ലാം പല വിധ സാരോപദേശങ്ങളിലൂടെ, ഉദാഹരണം ലക്ഷ്മണോപദേശം, താരോപദേശം തുടങ്ങിയ ഉപദേശങ്ങളിലൂടെയും, അതുപോലെ തന്നെ സ്തുതികൾ, ധാരാളം സ്തുതികൾ ഇതിലുണ്ട്. അപ്പൊ അഗസ്ത്യ സ്തുതിയുണ്ട്, ജഡായു സ്തുതി, സമ്പാദി സ്തുതി, പിന്നെ ഇങ്ങനെ ധാരാളം സ്തുതികളുണ്ട്. ഈ സ്തുതികളിലൂടെ എല്ലാം വേദാന്ത തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതില് കഥയാണുള്ളതെന്ന്. കഥയല്ല. പിന്നെ സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായ ഭരതൻ, അതായത് തനിക്ക് രാജ്യം കയ്യിൽ കിട്ടിയിട്ടും തന്റെ ജ്യേഷ്ഠന് അവകാശപ്പെട്ട രാജ്യം സ്വീകരിക്കാൻ ആ ഭരതൻ തയ്യാറായില്ല. മാത്രമല്ല വനവാസത്തിന് പോയ ശ്രീരാമന്റെ പാദുകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നന്ദിഗ്രാമത്തിൽ താമസിച്ച് 14 വർഷവും ശ്രീരാമൻ എങ്ങനെ കാട്ടിൽ ജീവിച്ചുവോ അതുപോലെ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് രാജ്യം ഭരിച്ച് അടുത്ത ശ്രീരാമൻ 14 വർഷം കഴിഞ്ഞു വന്നപ്പോൾ തിരിച്ച് കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് ഭരതൻ. ഈ ഭരതനെ പോലെയുള്ള എത്ര ആളുകൾ ഇന്നുണ്ട്? ആരെങ്കിലും കാണുമോ? ആരും കാണുകയില്ല. ഇന്നത്തെ ലോകത്തിലാണെങ്കിലോ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണ് തന്റെ സഹോദരനെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ വഞ്ചിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത്. അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ ഈ ഭരതൻ എന്ന് പറയുന്നത് സഹോദര സ്നേഹത്തിന്റെ ഒരു ഉത്തമ മാതൃക തന്നെയാണ്. അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഉപദേശങ്ങൾ, പല സാരോപദേശങ്ങൾ ഇതിൽ തരും. അതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചാൽ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വെറുതെ രാമായണം വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇപ്പൊ പ്രത്യുപകാരം മറന്നാൽ അവൻ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനീ. ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. അതായത് ശ്രീരാമന്റെ അഭിഷേകത്തിന് വിഘ്നം വന്നപ്പോൾ, ലക്ഷ്മണന് ദേഷ്യമുണ്ടായപ്പോൾ ലക്ഷ്മണനെ
ശ്രീരാമൻ സാന്ത്വനിപ്പിച്ചിട്ട് പറയുന്നതാണ്. അതുപോലെ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുകയെന്നേ വരൂ. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് നമ്മൾ തന്നെ അനുഭവിക്കണം. വേറെ ആരും ഇതിന് ഉത്തരവാദികൾ ആയിരിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾക്ക് വശമാം പുരുഷന് വന്നീടുമാപത്ത് നിർണയം ഓർത്തുകാൺ. രാവണനോട് പറയുകയാണ്, ഇന്ദ്രിയങ്ങൾക്ക് വശമാകാനായ, അതായത് സീതയിൽ ആകർഷണം ഉണ്ടായത് കൊണ്ടാണ് രാവണന് ഈ നാശമുണ്ടായത്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വശമതവനായാൽ ആപത്ത് നിശ്ചയം. ഇഷ്ടം പറയുന്ന സാധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. അപ്പോൾ നമ്മുടെ നല്ല കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും കാണും. കഷ്ടകാലം വന്നാലോ ആരും കാണില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യം, സമ്പത്ത് വന്നു കൂടുമ്പോൾ നാം സന്തോഷിക്കും. ഇതെല്ലാം നമ്മൾ തന്നെ നിലനിൽക്കും എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ നിലനിൽക്കുവോ? ഇല്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അപ്പൊ 2-4 ദിവസം കൊണ്ട് മോളിൽ കയറിയാൽ ചിലപ്പോൾ ഇങ്ങനെ താഴെ ഇറങ്ങാനും ഒരു പ്രയാസവുമില്ല. നമുക്കറിയാം, ഈ വെള്ളപ്പൊക്ക കാലത്ത് വളരെ ഉന്നതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ എല്ലാ പേർക്കും വീടും മറ്റു സ്ഥലങ്ങളും അവരുടെ പ്രമാണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അവസാനം അഭയകേന്ദ്രത്തിൽ മറ്റു പാവപ്പെട്ടവരോടൊപ്പം തന്നെ താമസിക്കേണ്ട അവസ്ഥ, ഒരു തുണ്ട് റൊട്ടിക്ക് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഇതെല്ലാം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചല, എല്ലാം ക്ഷണം കൊണ്ട് നശിക്കും. ലക്ഷ്മി അസ്ഥിരയാണ്. പിന്നെ ആയുസാണെങ്കിലോ എപ്പോഴെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ജന്മമുണ്ടായാൽ മരണവും നിശ്ചയം. ജാതസ്യ ഹി ത്രിവോർ മൃത്യു, ഗീതയിൽ പറയും. ജനിച്ചാൽ മരണം നിശ്ചയമാണ്. ഇനി ജന്മം മരിച്ചവരാണെങ്കിലോ വീണ്ടും ജനിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് രാമായണം പറഞ്ഞു തരുന്നു. അപ്പൊ രാമായണത്തിലൂടെ നമുക്ക് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന്റെ വ്യക്തിത്വം എങ്ങനെ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ നമുക്ക് സദ്ഗതി കിട്ടും, ആ ജീവാത്മാവ് പരമാത്മാവിൽ എങ്ങനെ ലയിക്കും, ഇങ്ങനെയുള്ളതെല്ലാം കാണിച്ചു തരുന്നു. ശ്രീരാമൻ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് വാൽമീകി ചിത്രീകരിച്ചിരിക്കുന്നത്. ഉത്തമ ഗുണങ്ങൾ ഉള്ള ഒരു മനുഷ്യനെ പറഞ്ഞു കൊടുക്കണമെന്ന് നാരദ മഹർഷിയോട് വാൽമീകി ആവശ്യപ്പെട്ടപ്പോൾ നാരദൻ 66 ഗുണങ്ങളുള്ള, സത്യം ധർമ്മം തുടങ്ങിയ 66 ഗുണങ്ങളുള്ള ശ്രീരാമനെയാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് വാൽമീകി ശ്രീരാമന്റെ ചരിതം എഴുതിയത്. അപ്പോൾ മനുഷ്യനായിട്ടാണ് വാൽമീകി ശ്രീരാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ എഴുത്തച്ഛനാണെങ്കിലോ ദൈവിക രൂപമാണ് കൊടുത്തിരിക്കുന്നത്. വാൽമീകി ഉത്തമ പുരുഷനായിട്ട്, ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എഴുത്തച്ഛനാണെങ്കിലോ ശ്രീരാമന്റെ ഈശ്വരീയ ഭാവം. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ, പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശ്രീരാമനിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? സത്യനിഷ്ഠ, സഹോദര സ്നേഹം, ധർമ്മപരിപാലനം, മറ്റ് ജീവികളോടുള്ള സമീപനം, പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള സ്നേഹം, ഏക പത്നീവ്രതം, ഇതൊക്കെയാണ് ശ്രീരാമനിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പോ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒരിക്കലും വിട്ടുനിന്നിരുന്നില്ല ശ്രീരാമൻ. പിന്നെ നമുക്ക് കലികാല ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന മന്ത്രത്തെ കുറിച്ച് പഠിക്കാം. രാമമന്ത്രം ആണ് കലികാല ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന മന്ത്രം. രാമ എന്നുള്ള മന്ത്രം
നാരായണായ നമ എന്ന സപ്താക്ഷരി മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ര. അതുപോലെ ഓം നമശിവായ, നമശിവായുടെ രണ്ടാമത്തെ അക്ഷരം മ, പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരം. അങ്ങനെയാണ് രാമ എന്ന് കിട്ടിയത്. അപ്പൊ രാമ എന്ന പദത്തില് ഏതൊക്കെയുണ്ട്? ഏതൊക്കെ അക്ഷരം? ആ വൈഷ്ണവ ചൈതന്യവും അതുപോലെ ശിവ ചൈതന്യവും അടങ്ങിയിരിക്കുന്ന ഒരു മന്ത്രമാണ് രാമമന്ത്രം. കാട്ടാളനായ രത്നാകരനെ വാൽമീകിയിലേക്ക് ഉയർത്തിയ മന്ത്രമാണ്. കല്ലായ അഹല്യയെ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ച മന്ത്രമാണ്. ശബരിയെ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ച മന്ത്രമാണ്. ശരഭംഗ മഹർഷിയെ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ച മന്ത്രമാണ് രാമമന്ത്രം. ഒരിക്കൽ പാർവതി പരമശിവനോട് ചോദിച്ചു, അല്ലയോ ദേവ, വിഷ്ണു സഹസ്രനാമം 1000 മന്ത്രങ്ങളുണ്ട്. സാധാരണക്കാർക്ക് ഇത് ജപിക്കാൻ പ്രയാസമാണല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്? അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു കൊടുത്തു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അല്ലയോ സുന്ദരിയായ പാർവതി, രാമമന്ത്രം ആണ് ഞാൻ സദാ ജപിച്ച് ശ്രീരാമനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ രാമ 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 എന്നിങ്ങനെ ജപിച്ചാൽ ഇത് ശ്രീരാമ രാമ രാമേതി രാമ 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 ഇതി, ഇത് സഹസ്രനാമ തത്തുല്യം. സഹസ്രനാമത്തിന് 1000 നാമങ്ങളുള്ള വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് ഈ രാമ 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 എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കടപയാതി സംഖ്യാ സിസ്റ്റം അനുസരിച്ച് രായുടെ മൂല്യം 2ഉം മായുടെ മൂല്യം 5ഉമാണ്. അപ്പൊ 3 പ്രാവശ്യം രാമ രാമ എന്ന് പറയുമ്പോൾ എത്ര സംഖ്യ കിട്ടുമെന്ന് നോക്കാം. ആദ്യം രാമ, രായുടെ സംഖ്യ എത്രയെന്ന് പറഞ്ഞാൽ 2, മ 5, 2 ഗുണം 5 എത്ര? 10. അടുത്ത ര ഗുണം 2, 10 ഗുണം 2 20. അടുത്തത് മ 5, 20 ഗുണം 5 എത്ര? 100. ഇനി അടുത്ത രാമ എടുക്കാം. 100 ഗുണം രായുടേത് 2, 100 ഗുണം 2 200, മായുടേത് 5, 200 ഗുണം 5 1000. അപ്പൊ രാമ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അത് സഹസ്രനാമത്തിന് തുല്യമാണ്. അപ്പൊ നാം കുറെ പ്രാവശ്യം രാമ 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 എന്ന് വിളിച്ചാലോ അത് എത്ര നാമത്തിന് തുല്യമായിരിക്കും? അല്ലെ, ലക്ഷക്കണക്കിന് നാമത്തിന് തുല്യമായിരിക്കും. അതാണ് രാമനാമത്തിന്റെ ഒരു പ്രത്യേകത. ഇനി വേറെ ഒരു പ്രത്യേകത പറയുന്നത് കലിസന്തരണോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ ദ്വാപരയുഗത്തിൽ നാരദൻ ബ്രഹ്മാവിനോട് ചെന്ന് ചോദിച്ചു. നാരദന്റെ അച്ഛനാണല്ലോ ബ്രഹ്മാവ്. ബ്രഹ്മാവിനോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മൻ, കലിദോഷങ്ങളെ ഇല്ലാതാക്കാൻ ഏത് ദേവന്റെ മന്ത്രമാണ് ജപിക്കേണ്ടത്? ഏതാണ് ആ മന്ത്രം? അത് എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് അതിന് മറുപടി പറഞ്ഞു, ആദിനാരായണന്റെ മന്ത്രം, അതായത് ഷോഡശാക്ഷരി മന്ത്രം, 16 നാമങ്ങളുള്ള മന്ത്രമാണ് കലിദോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ജപിക്കേണ്ടത്. അത് എപ്പോൾ ജപിക്കണം? എപ്പോഴും വേണമെങ്കിലും ജപിക്കാം. എപ്പോഴും നമുക്ക് ജപിക്കാം. ആർക്ക് വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്. എന്താണ് മന്ത്രം? ഇതാണ് കലിദോഷങ്ങളെ മാറ്റുന്നതിനുള്ള അത്ഭുത മന്ത്രം, അല്ലെങ്കിൽ മഹാമന്ത്രം. എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെ, പക്ഷേ വളരെയധികം ശക്തിയുള്ള മന്ത്രമാണിത്. ഏതാണ് മന്ത്രം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് 16 നാമങ്ങളുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചാൽ കലിദോഷങ്ങൾ എല്ലാം ഇല്ലാതാകുന്നു, പാപങ്ങൾ എല്ലാം ഇല്ലാതാകുന്നു, ബ്രഹ്മഹത്യാ പാപം ഇല്ലാതാകുന്നു,
നേരത്തെ പറഞ്ഞല്ലോ, മാതൃഹത്യാ പാപം ഇല്ലാതാകുന്നു. ഏറ്റവും വലിയ പാപങ്ങളാണ് ബ്രഹ്മഹത്യാ പാപം, മാതൃഹത്യാ പാപമൊക്കെ. പിന്നെ ഈ മന്ത്രം ജപിക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ മന്ത്രം ഇങ്ങനെ കുറെ പ്രാവശ്യം ജപിക്കുമ്പോൾ നമ്മുടെ അന്ധകരണം ശുദ്ധമാകുന്നു. എങ്ങനെയാണ്? അന്ധകരണത്തിൽ കുറെ മാലിന്യങ്ങളുണ്ട്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, അസൂയ, ഡംഭം, ഇങ്ങനെയുള്ള അഷ്ടരാഗങ്ങൾ, ഇവയെല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മുടെ രൂപം എന്താണ്, നമ്മുടെ സ്വസ്വരൂപം നമുക്ക് തെളിഞ്ഞു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം നമ്മൾ ആരാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ജ്ഞാനമുണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ക്രമേണ ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് ക്രമേണ അന്ധകരണമൊക്കെ ശുദ്ധമായി നമ്മൾ ആ മോക്ഷപ്രാപ്തിയിൽ എത്തുന്നു. അങ്ങനെ മോക്ഷപ്രാപ്തിയിൽ എത്താൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഏത് മന്ത്രം? രാമമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമമന്ത്രം എപ്പോഴും ജപിക്കുക. എപ്പോഴും വേണമെങ്കിലും നമുക്ക് ജപിക്കാമല്ലോ. ജപിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല, അല്ലെ? എപ്പോഴും നമുക്ക് ഈ രാമമന്ത്രം ജപിക്കാവുന്നതാണ്. അതിന് എന്തുമാത്രം മതി? നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. ഊരിന് വേണ്ട ചില ദാരങ്ങൾ വേണ്ടതിനു നീരിന് വേണ്ട. അപ്പൊ ഒന്നും ഇതിന് വേണ്ട, അല്ലേ? ഊര് വേണ്ട, ഏത് സ്ഥലത്ത് വേണമെന്നില്ല, അതിന് ഭാര്യയൊന്നും അടുത്ത് വേണമെന്നില്ല, പിന്നെ നമ്മളൊരു സംഭാരങ്ങളൊന്നും വേണ്ട. പിന്നെ എന്തുമാത്രം മതി? നാവൊന്നേ വേണ്ടു, നാവ് മാത്രം മതി ഈ മന്ത്രം നമുക്ക് ജപിക്കാൻ. അപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഏത് ജോലി ചെയ്യുമ്പോഴും ജപിക്കാവുന്നല്ലോ, ജപിക്കാൻ പറ്റുമല്ലോ. ഇതൊരു മഹാമന്ത്രമാണ്. അപ്പൊ ഈ മഹാമന്ത്രം ജപിക്കുക. അപ്പോ രാമായണത്തിന്റെ ധർമ്മം എന്താണ്? നമ്മൾ എന്ത് വന്നാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ നമുക്ക് വരുമെന്ന് വിചാരിച്ചാലും അതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. ആരൊക്കെ എന്തൊക്കെ ശാപവാക്കുകൾ പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മുടെ മനസ്സിനെ ഒരിക്കലും തളർത്തരുത്. മനസ്സ് തളരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. അപ്പൊ ഈശ്വരനിലേക്ക് മനസ്സ് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലുള്ള ആ ദോഷങ്ങളൊക്കെ ഇല്ലാതായി എപ്പോഴും ആ സച്ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും. മനസ്സിനെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയരുത്. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ബട്ട് ഇഫ് മൈൻഡ് ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ് ലോസ്റ്റ്. മനസ്സ് കൈവിട്ട് പോയാൽ എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റുകയില്ല. മനസ്സ് കൈവിട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും പറ്റില്ലെന്നല്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം നമുക്ക് പറ്റി കഴിയും. എന്ത് പറ്റും? അവസാനം നാശമായിരിക്കും ഫലം. അപ്പൊ മനസ്സ് കൈവിടാതെ നോക്കണം. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവരിപുരാത്മന. ഉദ്ധരേതാത്മനാത്മാനം, നമ്മുടെ മനസ്സിനെ നാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. മറ്റാർക്കും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയില്ല. ഗുരുക്കന്മാർക്കും ശാസ്ത്രങ്ങൾക്കുമെല്ലാം വഴി പറഞ്ഞു തരാനേ കഴിയുള്ളൂ. മനസ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ മരണവും ഒക്കെ ആവുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാൻ പറയുന്ന ഈ വാക്കിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുക. മനസ്സിനെ നമ്മൾ തന്നെ ഉയർത്തുക. മറ്റുള്ളവർ എന്തൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞാലും നമുക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കില്ല. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ മനസ്സിനെ ഉയർത്തുന്ന ഒരു ഗ്രന്ഥമാണിത്. അപ്പൊ നമ്മെ സച്ചിന്തയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഇങ്ങനെ രാമായണം നമ്മൾ ശരിയായ രീതിയിൽ അധ്യയനം ചെയ്താൽ അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട് മുക്തി സിദ്ധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യവും ചെയ്യരുത്. മറ്റുള്ളവർക്ക് ഉപകാരം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. അപ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. കായേന വാച മനസേന്ദ്രിയൈർവ
ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമിയത്ത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വാക്കുകൊണ്ടോ കൈകൊണ്ടോ കാലം എന്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, മനസ്സുകൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കായേന വാച മനസ ഇന്ദ്രിയങ്ങൾ. അപ്പം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളും എല്ലാം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നാരായണായേതി സമർപ്പയാമി, ആ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാക്കണം, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം, കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ, ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ ആ മനസ്സില് രാമമന്ത്രം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ആ രാമമന്ത്രം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.